എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അത്ഭുതങ്ങളെക്കുറിച്ചാണ് കേട്ടോ, മിറാക്കിൾസ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുമല്ലേ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന്. അങ്ങനെ ആഗ്രഹിക്കാത്ത ആരുമില്ല അല്ലേ? അപ്പോൾ ഈ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ആകർഷിക്കേണ്ടത്, അത് എങ്ങനെയാണ് നമ്മൾ ആകർഷിക്കേണ്ടതെന്നും നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നുമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അത് ഞാനിവിടെ പറയുന്ന ഒരു സിമ്പിൾ ഒരു വിഷ്വലൈസേഷൻ പ്രാക്ടീസാണ്. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉള്ള ഡൗട്ടുകളെ മാറ്റിയതിന് ശേഷം മാത്രം ആ ഗൈഡഡ് വിഷ്വലൈസേഷനിലോട്ട് നിങ്ങൾ പോവുക കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഈ അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞല്ലോ അല്ലേ, ഈ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതിനും നടക്കാതിരിക്കുന്നതിനുമുള്ള കാരണം നമ്മുടെ മനസ്സ് തന്നെയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അതുപോലെ യൂണിവേഴ്സ് നമ്മളിലേക്ക് എത്തിക്കും എന്നുറച്ച് വിശ്വസിക്കുക. കാരണം നമ്മൾ ഇല്ലായ്മയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ യൂണിവേഴ്സും എന്തായിരിക്കും, തിരിച്ച് അതുപോലുള്ള ഇല്ലായ്മകളായിരിക്കും നമുക്ക് നൽകുന്നത്. എന്നാൽ നമ്മൾ സമൃദ്ധി സമ്പത്തൊക്കെയാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ നമുക്ക് തിരികെ കിട്ടുന്നതും അതേ രീതിയിലായിരിക്കും കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ മനസ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ വിശ്വസിക്കേണ്ടത് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഒരു മാജിക് മിററാണ്, അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കണ്ണാടിയാണ്. നമ്മൾ എങ്ങനെയാണോ അതിനെ കാണുന്നത് അതായിരിക്കും നമുക്ക് തിരികെ ലഭിക്കുന്നത്. നിങ്ങൾ ആ കണ്ണാടിയിലൂടെ കാണാൻ ശ്രമിക്കുന്നത് ഒരുപാട് സമ്പത്തും ആരോഗ്യവും ഒരുപാട് നല്ല നല്ല റിലേഷൻഷിപ്സും ആണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെയായിരിക്കും തിരികെ ആ മിറർ കാട്ടിത്തരുന്നതും എന്ന് തന്നെ വിശ്വസിക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സാകുന്ന മാജിക് മിററിൽ നിങ്ങൾ കാണേണ്ടത് ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ നിങ്ങളുടെ ജീവിതമായിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ചെയ്യണമെന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രം മതിയാകും. ഈ ലോകത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാവുക എന്നത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ശക്തിയാണെന്ന് എപ്പോഴും എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ആ മനസ്സ് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഒരുപാട് അത്ഭുതങ്ങൾ കൊണ്ടുവരുന്നത് കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ഈ ചിലർ ഞാൻ ഈ പറഞ്ഞ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കും എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന അത്ഭുതങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് അറിയാമോ? വലിയ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് സമ്പത്തുണ്ടാക്കുക, അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത അത്രയും തുക എൻ്റെ കയ്യിൽ വന്ന് എത്തുക, അതാണ് അത്ഭുതം. അല്ലെങ്കിൽ ഒരു വീടാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അതൊരു 1 month 2 months മാക്സിമം 6 monthsനകത്ത് എനിക്കത് വയ്ക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ ആ അത്ഭുതം അല്ലെങ്കിൽ ആ മാനിഫെസ്റ്റേഷൻ എനിക്ക് വർക്കാകില്ല. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലേ നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. കാരണം നമ്മൾ എപ്പോഴും ഒരു അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറയുകയാണ്, ഞാൻ ഈ പറയുന്നത് കേൾക്കുകയാണെങ്കിൽ ഇന്ന് തുടങ്ങി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതങ്ങൾ അത്ഭുതം കൊണ്ട് നിറയുമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ കാണേണ്ടത് ചെറിയ കാര്യങ്ങളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുകയാണ്, അതിനുശേഷം നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഗൈഡഡ് വിഷ്വലൈസേഷൻ ഒക്കെ ചെയ്ത് മാനിഫെസ്റ്റേഷൻ നടക്കുമെന്ന് വിശ്വസിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു അൺഎക്സ്പെക്റ്റഡ് കോൾ കിട്ടുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് കോൺടാക്റ്റിലില്ലായിരുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ അതിതീവ്രമായി ആ ആളിൻ്റെ ഒരു റിലേഷൻഷിപ്പ് തിരികെ ആഗ്രഹിക്കുന്നതുമായ ഒരു അൺഎക്സ്പെക്റ്റഡ് ഫോൺ കോൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിലോ, അത് അന്നത്തെ ദിവസം അതല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു മിറാക്കിൾ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ കാണാൻ ശ്രമിക്കണം. അതുപോലെ നമുക്ക് ഒരു ഹെൽപ്പ്, നമ്മൾ ഒരുപാട് ദിവസമായിട്ട് ആഗ്രഹിക്കുന്നതാണ് ഒരു സഹായം, പക്ഷേ അത് പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പോലും ചിന്തിക്കാത്തൊരു സോഴ്സിൽ നിന്നാണ് നിങ്ങൾക്ക് ആ സഹായം ലഭിക്കുന്നതെങ്കിലോ, അതൊരു അത്ഭുതമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്താണ്, ഒരു തീരുമാനം എടുക്കണം, നിങ്ങളുടെ മനസ്സ് വളരെ കൺഫ്യൂസ്ഡ് ആണ്, ആ തീരുമാനം എങ്ങനെയാണ് എടുക്കേണ്ടത്, ആരോടാണ് ചോദിക്കേണ്ടതെന്ന് അറിയാത്തൊരു സാഹചര്യമാണെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ ആ തീരുമാനത്തിനുള്ളൊരു സൊല്യൂഷൻ വളരെ ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ. അല്ലാതെ നമ്മൾ ഇന്നൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുന്നു, നാളെ നമ്മുടെ ആ മാനിഫെസ്റ്റേഷൻ വർക്കായാൽ മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ നല്ലത് സംഭവിക്കൂ എന്ന് വിചാരിക്കരുത്. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾ ആദ്യം കൗണ്ട് ചെയ്ത് തുടങ്ങുക. കാരണം നമ്മൾ ചെറിയ കാര്യങ്ങൾ കൗണ്ട് ചെയ്ത് തുടങ്ങി അതിൽ നമ്മൾ സംതൃപ്തരായാൽ മാത്രമേ വലിയ കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് സാധിക്കാൻ നമ്മളുള്ള കഴിവ് നമുക്ക് തരികയുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യമേ തന്നെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ 1 to 100 സ്റ്റെപ്സ് ആണ് നമ്മുടെ മുമ്പിലുള്ളതെങ്കിൽ നമ്മൾ 100ാമത്തെ സ്റ്റെപ്പ് ആദ്യമേ എയിം ചെയ്യരുത്. ഫസ്റ്റ് സ്റ്റെപ്പ്, സെക്കൻഡ് സ്റ്റെപ്പ്, പടിപടിയായുള്ള മുന്നേറ്റം മാത്രമേ എപ്പോഴും പെർമനൻ്റ് ആയിരിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റി നിങ്ങളൊരു അത്ഭുതം, ഇന്നത്തെ ദിവസം എനിക്ക് വളരെ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു ദിവസമാണെന്ന് വിശ്വസിക്കുമ്പോൾ ആദ്യം നിങ്ങൾ കൗണ്ട് ചെയ്യേണ്ടത് അതിലെ വളരെ ചെറിയ ബ്ലെസ്സിങ്സ് ആയിരിക്കണം. അങ്ങനെ നിങ്ങൾ കൗണ്ട് ചെയ്യുമ്പോൾ പതിയെ നിങ്ങളുടെ വലിയ ആഗ്രഹങ്ങളിലേക്കുള്ള നിങ്ങൾക്ക് ഒരു പാത നിങ്ങൾക്ക് തെളിയും കേട്ടോ, ഉറപ്പായിട്ടും തെളിയും. അപ്പോൾ ഞാൻ ഈ പറയുന്ന ഒരു ഗൈഡഡ് വിഷ്വലൈസേഷൻ നിങ്ങൾ ദിവസവും ചെയ്യണം കേട്ടോ.
ഇങ്ങനെയാണ്. നിങ്ങൾ രാവിലെ ഒരു മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക. രാവിലെ നിങ്ങളിപ്പോൾ നിൽക്കുന്ന കണ്ണടച്ച് ഒരു 3 ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്തതിന് ശേഷം വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളിപ്പോൾ നിൽക്കുന്നത് വളരെ ഒരു ഗോൾഡൻ ലൈറ്റ് നിറഞ്ഞ ഒരു പ്രകൃതിയുടെ അന്തരീക്ഷത്തിലാണ് കേട്ടോ. എങ്ങും നല്ലൊരു ഗോൾഡൻ ലൈറ്റാണ്. അത് സമൃദ്ധിയെ സൂചിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുക. ആ ഗോൾഡൻ ലൈറ്റ് അതിങ്ങനെ നിങ്ങളുടെ ഫുൾ ബോഡിയെ ഇങ്ങനെ വന്ന് സറൗണ്ട് ചെയ്യുന്നുണ്ട്. ഒപ്പം നിങ്ങളുടെ കൈകൾ ഇങ്ങനെ ഓപ്പൺ പൊസിഷനിലാണ്. യൂണിവേഴ്സ് എന്ത് അനുഗ്രഹമാണോ നിങ്ങൾക്ക് തരാൻ പോകുന്നത് അതൊക്കെ സ്വീകരിക്കാൻ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ കൈകളും ഒക്കെ ഇങ്ങനെ തയ്യാറായിരിക്കുന്ന ഒരു സമയത്ത് യൂണിവേഴ്സിൽ നിന്നും പഞ്ഞിക്കെട്ടുകൾ പോലെ എന്തോ ഒരു വെള്ള നിറത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് വീഴുകയാണ്. അത് നിങ്ങളിങ്ങനെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുന്നതായി എപ്പോഴും എന്ത് ചെയ്യുക, വിഷ്വലൈസ് ചെയ്യുക. അതൊരു 5 മിനിറ്റ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. പഞ്ഞിക്കെട്ടുകൾ പോലെ വെള്ള നിറത്തിലുള്ള എന്തോ ഒരു വസ്തു യൂണിവേഴ്സ് നിങ്ങളുടെ കൈകളിലേക്ക് ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി അതിനെന്ത് ചെയ്യാണ്, സ്വീകരിക്കുകയാണ്. ആ പഞ്ഞിക്കെട്ടുകളെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തെ നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന അത്ഭുതങ്ങളാണ് കേട്ടോ. അങ്ങനെ വിഷ്വലൈസ് ചെയ്യാം. കുറച്ച് നേരം എന്ത് ചെയ്യുക, അങ്ങനെ വിഷ്വലൈസ് ചെയ്യുക കേട്ടോ. ഇത് ഡെയിലി നിങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുക. ഇതിനൊരു 10 മിനിറ്റിൻ്റെ ആവശ്യം പോലും വരുന്നില്ല. നമ്മുടെ ഒരു ഗോൾഡൻ ലൈറ്റിൽ ഉള്ള നേച്ചറിലാണ് നമ്മൾ നിൽക്കുന്നത്. പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് നമുക്ക് പഞ്ഞിക്കെട്ടുകൾ പോലെ അത്ഭുതങ്ങൾ നമ്മളുടെ കൈകളിലേക്ക് വന്ന് വീഴുന്നതായി ഒന്ന് ഇമാജിൻ ചെയ്യുക കേട്ടോ. ഇത് ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിലെന്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമൊക്കെ കാണാൻ പറ്റുന്നത് വളരെ വളരെ ചെറിയ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. നിങ്ങളത് കൗണ്ട് ചെയ്യാൻ ശ്രമിക്കുക, കാണാൻ ശ്രമിക്കുക. കാരണം പലപ്പോഴും നമ്മൾ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ ചെയ്യുമ്പോൾ യൂണിവേഴ്സ് നമുക്ക് ഓരോരോ സയൻസ് കാട്ടിത്തരും. പക്ഷേ നമ്മളത് വേണ്ടത്ര ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടാണ് നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നതും മാനിഫെസ്റ്റേഷൻസ് വർക്കാകാതെ പോകുന്നതും. സോ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്യുക. അന്നേ ദിവസം നിങ്ങൾക്ക് നടന്നിട്ടുള്ള ചെറിയൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ കൗണ്ട് ചെയ്യുക. ഇത് ജേണൽ റൈറ്റിംഗ് എഴുതുന്നവരാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം ഡെയിലി അവർ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നത് കൊണ്ട് തന്നെ ആ ബ്ലെസ്സിങ്സ് ഒക്കെ കൗണ്ട് ചെയ്ത് അവർ എഴുതാറുണ്ട്. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കുക, ഇന്നത്തെ ദിവസം എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെറുതാണെങ്കിൽ കൂടി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? നമുക്ക് കിട്ടാൻ വളരെ കാലമായിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന പണം നമുക്ക് ആരെങ്കിലും തരാനുള്ള പണമായിരിക്കാം, അത് കിട്ടിയതാകാം. എന്തെങ്കിലും ഒരു നല്ല വാക്ക് നമ്മൾ കേട്ട് നമ്മുടെ മൈൻഡ് റിലാക്സ് ആയതാവാം. അങ്ങനെ എന്തും ആയിക്കോട്ടെ, നിങ്ങൾ ഒരു രാത്രി കിടക്കാൻ പോകുന്നത് മുമ്പ് അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാത്തവരാണെങ്കിൽ അതിനെ നന്നായിട്ട് ഓർത്തിട്ട് മനസ്സ് നിറഞ്ഞ് നന്ദി പറഞ്ഞുറങ്ങാൻ ശ്രമിക്കുക കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഓരോ ദിവസവും ഓരോരോ അത്ഭുതങ്ങളും നല്ല നല്ല കാര്യങ്ങളും കൊണ്ട് നിറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ എന്നെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.